ഭയങ്കരമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ അവിടെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഇവിടെ ഞാൻ ആലോചിച്ച് നോക്കുമ്പം ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് 100 ആൾക്കാർ ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാനിപ്പോൾ വന്ന് കാണാം, ഇപ്പം തന്നെ വന്ന് കാണാം, നീ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്ക്, അങ്ങനെ പറഞ്ഞിട്ട് വന്ന് കണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അറബി നാട്ടിൽ. അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനത്തെ സ്നേഹമുള്ള ആൾക്കാർ ഉണ്ടോ ഈ ലോകത്ത് എന്ന്. ശരിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. പല സിറ്റുവേഷൻസിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചർച്ചകൾ ഏതൊക്കെയാണ് നടക്കണേ എന്നുള്ളതൊന്നും പറയാറായിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്, പതുക്കെ ഇങ്ങനെ ഓരോന്ന് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ആക്ച്വലി കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഇനി വാട്ട് നെക്സ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ചൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഡെഫിനറ്റായിട്ടും എനിക്കൊരു മോസ്റ്റ്ലി ഒരു 1 മന്തിനുള്ളിൽ അതിൻ്റെ ഒരു ഉത്തരം കിട്ടും. ഒരുപാട് സംഭവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അധികം അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സംഭവമാണ് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കുള്ള യാത്ര, അതേപോലെ സ്കൈ ഡൈവിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഇതുവരെ ദുബായിൽ ഉണ്ടായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി ഞാനൊരു അവസരത്തിൽ തിരിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാൻ ആദ്യം ചെയ്യുന്ന സംഭവം സ്കൈ ഡൈവിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ചെറിയ ആഗ്രഹങ്ങളുണ്ട്. തീർച്ചയായിട്ടും അമ്മ തന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സൈലൻ്റ് ആയിട്ടെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ അമ്മ അറിയും എന്നുള്ളൊരു സംഭവം എനിക്കും അറിയാം. സോ അമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബാക്ക് ബോൺ ആണ്. നമുക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ടാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. എസ്പെഷ്യലി അച്ഛൻ അമ്മ, ഇവർ രണ്ടുപേരെയും ഭയങ്കര വലിയൊരു സപ്പോർട്ടാണ്. അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലൈഫ് പഠിക്കാൻ പറ്റിയ അവസരമാണിത്. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുമ്പം പല സംഭവങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കാതിരിക്കാം, നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവാം. പല സംഭവങ്ങൾ വരുമ്പോൾ അതെങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള 2 വ്യക്തികളാണ് അച്ഛനും അമ്മയും. അതേപോലെ വീട്ടിൽ തന്നെത്താനെ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യണമെങ്കിൽ അമ്മയുടെ ഹെൽപ്പ് തന്നെ വേണം. അമ്മേനെ അതിന് തൊട്ട് മുന്നേ അമ്മയ്ക്ക് കോള് പോയി ഉണ്ടാവും. അതേപോലെ വല്യമ്മയൊക്കെ കോള് പോവും, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്.